മോൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് കേട്ടോ. ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു. അപ്പം ഞാനും അമ്മയും മോനും കൂടെ പോയതാണ്. രാവിലെ തന്നെ എത്തി. അപ്പോൾ കിഡ്സിനൊക്കെ ഡ്രസ്സ് ചെയ്യണ്ടേ. അപ്പോൾ പാരൻസ് എല്ലാം തന്നെ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ ആ ഒരു ഭംഗിയെ കണ്ട് കളർഫുൾനെസ് കണ്ടിരുന്നു. ഇത് മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്നിച്ചങ്ങ് ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ഇത് അമ്മയാണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ പല കാര്യങ്ങളും ബിഷപ്പും ആരാ ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ. അപ്പോൾ കിഡ്സ് ഡേ എന്ന് പറയുന്നത് ആനുവൽ ഡേ ആണ്. അപ്പോൾ സ്കിറ്റാണിത്. മോൻ്റെ സ്കിറ്റിൻ്റെ മോനെ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നല്ല രസമുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ശരിക്കും അതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ. പിന്നെ സ്കൂൾ ടോപ്പേഴ്സിൻ്റെ ഫോട്ടോസും അനൗൺസ്മെൻറ്റ്സും അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. ഡാൻസൊക്കെ ആയിരുന്നു. UP സെക്ഷൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, പ്രൈസ് കിട്ടിയ. പിന്നെ ഇത് സ്കൂളിലെ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഹൈസ്കൂൾ സെക്ഷനാണ്. ബട്ട് അവർ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതുകൊണ്ട് കിഡ്സ് ഡേയിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കിഡ്സ് ഡേ എന്ന് പറയുന്നത് LP സെക്ഷൻ്റെ ആണ് കേട്ടോ. ആനുവൽ ഡേ കിഡ്സ് ഡേ എന്നാണ് ഇവരുടെ സ്കൂളിൽ പറയുന്നത്. അപ്പോൾ അടിപൊളി ഡാൻസാണ്. അപ്പോൾ ഇത് സ്കിറ്റ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവർ റാറ്റ്സാണ്, വൈറ്റ് പേപ്പറിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അതിലെ സ്റ്റോറി അറിയാവുന്നവർക്ക് അറിയായിരിക്കും. കിഡ്സൊക്കെ റാറ്റ്സായിട്ട് ഇങ്ങനെ. അപ്പോൾ സൈഡിൽ നമ്മുടെ ആശാൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആശാനെ ഞാൻ പതുക്കെ ആശാൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കളിച്ചാണ് നിൽപ്പ് ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ ചക്കുപ്പ ഇതിൽ മേയറായിട്ടായിരുന്നു സ്കിറ്റിൽ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സ്കിറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്തങ്ങ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു വലിയ എഫേർട്ടാണ് ഈ സ്കിറ്റിൽ. അപ്പോൾ ഡാൻസ് ഉണ്ടായിരുന്നു റാസ്പുട്ടിൻ സോങ്ങിൽ. അപ്പോൾ ഡാൻസും സ്കിറ്റും എല്ലാം ഒന്നിച്ചായതുകൊണ്ട് അതൊരു രസം കേട്ടോ. അത് കഴിഞ്ഞ് സ്കിറ്റൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ട് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഞാനൊരു ചോക്കോ ബാറൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഫോട്ടോ സെഷനുണ്ട്. ഫോട്ടോയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് ഒരു ഓട്ടോ പിടിച്ച് വന്നു കേട്ടോ. അപ്പോൾ ചാച്ചാ ബൈ ബൈ.